പത്തനംതിട്ടയിൽ വ്യാജ ഹാൾ ടിക്കറ്റുമായി നീറ്റ് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥിക്കെതിരെ പോലീസ് കേസെടുത്തു. പരീക്ഷാ നടത്തിപ്പ് ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്റെ പരാതിയിലാണ് തിരുവനന്തപുരം പാറശാല സ്വദേശിയായ 20-കാരനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. എന്നാൽ നീറ്റിന് അപേക്ഷ നൽകാൻ സമീപിച്ച അക്ഷയ കേന്ദ്രം ജീവനക്കാരിയാണ് വ്യാജ ഹാൾ ടിക്കറ്റ് അയച്ചു നൽകിയതെന്നും കൃത്രിമം നടന്ന കാര്യം അറിഞ്ഞില്ല എന്നുമാണ് വിദ്യാർത്ഥിയും അമ്മയും ഇന്നലെ മൊഴി നൽകിയത്. നന്ദുഷ വിശദാംശങ്ങൾ നൽകും. നന്ദു, ഇതിനകത്ത് വിദ്യാർത്ഥിയാണോ കുറ്റം ചെയ്തത്, അതല്ല ഈ വിദ്യാർത്ഥി പറയുന്നത് പോലെ അക്ഷയ സെന്റർ ജീവനക്കാരിയുടെ ഭാഗത്താണോ ക്രമക്കേട് എന്നുള്ളതാണ് ചോദ്യം. പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ഏതെല്ലാം വഴികളിലൂടെ നടക്കുന്നുണ്ട്? എന്താണ് ഈ കുട്ടിയുടെയും കുടുംബത്തിന്റെയും ഏറ്റവും ഒടുവിലത്തെ വിശദീകരണം? ാണ് ഈ സംശയങ്ങൾക്ക് തുടക്കമാകുന്നത്. പത്തനംതിട്ടയിലെ തൈക്കാവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നീറ്റ് പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥിയുടെ ഹാൾ ടിക്കറ്റ് പരിശോധിച്ചപ്പോഴാണ് ഗുരുതരമായ ഒരു പിശക് കണ്ടെത്തുന്നത്. ഹാൾ ടിക്കറ്റിന്റെ ഒരു വശത്ത് ഈ എഴുതാനെത്തിയ വിദ്യാർത്ഥിയുടെ പേര് വിവരങ്ങളും മറുവശത്ത് തിരുവനന്തപുരം സ്വദേശിയായ മറ്റൊരു വിദ്യാർത്ഥിയുടെ വിവരങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് നടത്തിയ പരിശോധനയിൽ ആ തിരുവനന്തപുരം സ്വദേശിയായ മറ്റേ വിദ്യാർത്ഥി ഇന്നലെ തന്നെ തിരുവനന്തപുരത്ത് മറ്റൊരു സെന്ററിൽ എക്സാം എഴുതാൻ ഹാജരായതായും കണ്ടെത്തിയിരുന്നു. ഇതോടെയാണ് ഈ വിദ്യാർത്ഥിയെയും വിദ്യാർത്ഥിയുടെ അമ്മയും എക്സാം സെന്റർ അധികൃതർ ഇടപെട്ട് പോലീസിലേക്ക് കൈമാറുന്നത്. പിന്നീട് പത്തനംതിട്ട പോലീസ് എത്തി ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹാൾ ടിക്കറ്റ് പ്രിന്റ് എടുത്ത് നൽകിയ നെയ്യാറ്റിൻകരയിലെ അക്ഷയ സെന്റർ ജീവനക്കാരിയെ സംബന്ധിച്ച വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. ഈ ഹാൾ ടിക്കറ്റ് പ്രിന്റ് എടുത്ത് നൽകിയതിനെ തുടർന്ന് അത് പിന്നീട് പരിശോധിച്ചില്ല വീട്ടിൽ വെച്ച്. അതോടൊപ്പം എക്സാമിന് കയറുന്നതിന് മുൻപും ഈ ഹാൾ ടിക്കറ്റ് പരിശോധിച്ചില്ല എന്നതടക്കമുള്ള വിവരങ്ങൾ വിദ്യാർത്ഥി പോലീസിനോട് പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നെയ്യാറ്റിൻകര പോലീസ് അക്ഷയ സെന്റർ കേന്ദ്രീകരിച്ച് പരീക്ഷണം നടത്തുന്നു. അതിൽ നിന്നും സംശയകരമായി ഒന്നും കണ്ടെത്താനായില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഇന്ന് വീണ്ടും നെയ്യാറ്റിൻകര പോലീസും അതോടൊപ്പം പത്തനംതിട്ട പോലീസിന്റെ അന്വേഷണ സംഘത്തിലെ 1-2 ആൾക്കാരും ചേർന്ന് അക്ഷയ സെന്റർ ജീവനക്കാരിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. ആ ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കേസിന്റെ തുടർന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ. ഏതായാലും നിലവിൽ ഈ വിദ്യാർത്ഥിക്കെതിരെ എക്സാം സെന്റർ കോർഡിനേറ്ററുടെ പരാതിയെ തുടർന്ന് കേസെടുത്തിട്ടുണ്ട് പത്തനംതിട്ട പോലീസ്. അത്രയുമാണ് നിലവിൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഒരു നടപടി. ഏതെങ്കിലും തരത്തിൽ ഈ തട്ടിപ്പ് നടത്താനായിരുന്നോ വിദ്യാർത്ഥിയുടെ ശ്രമം എന്നുള്ള കാര്യത്തിൽ പരിശോധന നടത്തി വരികയാണ്. അതല്ലെങ്കിൽ അക്ഷയ സെന്ററിൽ നിന്നുണ്ടായ എന്തെങ്കിലും സാങ്കേതിക പിശവാണോ എന്ന കാര്യത്തിലും വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഏതായാലും അക്ഷയ സെന്റർ ജീവനക്കാരുടെ മൊഴിയെടുപ്പ് പൂർത്തിയായാൽ മാത്രമേ ഈ കാര്യത്തിൽ ഒരു വ്യക്തമായ ഉത്തരം പോലീസിന് ലഭിക്കുകയുള്ളൂ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ പക്കലുള്ള വിവരങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏതായാലും ഇന്നും അക്ഷയ സെന്റർ ജീവനക്കാരിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനാണ് പോലീസിന്റെ നീക്കം സ്വീകരിച്ചത്.